ബന്ധങ്ങളിൽ തുടർച്ചയായ പരാജയങ്ങളും അവഗണനയും നേരിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന, നിരാശ, ചിലപ്പോഴൊക്കെയുള്ള ദേഷ്യം, അതെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിതിനോടകം പലർക്കും നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായും നൽകിയിട്ടുണ്ടാകാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ നിരസിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട് സോണിൽ പെട്ടുപോകുന്നത്? ഈ ചോദ്യങ്ങൾ നിങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാകാം. വരൂ സുഹൃത്തേ, ഇവിടെ ഇരിക്കൂ. ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കൂ. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഡാർക്ക് സൈക്കോളജി പോലെയുള്ള എന്തെങ്കിലും രഹസ്യവഴികളോ കുറുക്കുവഴികളോ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളുടെ മനസ്സിനെ കീഴടക്കുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത് ഒരിക്കലും സ്നേഹമല്ല. അതൊരു തരം നിയന്ത്രണമാണ്. തന്ത്രങ്ങളിലൂടെ കെട്ടിപ്പടുക്കുന്ന ഒരു ബന്ധവും അധികനാൾ നിലനിൽക്കില്ല. യഥാർത്ഥ ആകർഷണമുണ്ടാകുന്നത് ഇത്തരം കുറുക്കുവഴികളിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസത്തിൽ നിന്നും പരസ്പര ബഹുമാനത്തിൽ നിന്നുമാണ്. നിങ്ങളെ നിരന്തരം അവഗണിക്കുന്ന ഒരാളുടെ പിന്നാലെ നടന്ന് സമയം കളയുകയും അവരുടെ അവഗണനയെ ഭയപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണം നിങ്ങളുടെ രൂപമോ സാമ്പത്തികമോ അല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തന്നെ കാഴ്ചപ്പാടാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നാം ശ്രദ്ധിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിതാ. 1. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. എന്തിനാണ് നിങ്ങളെ അവഗണിക്കുന്ന ഒരാളുടെ പിന്നാലെ നടക്കുന്നത്? മറ്റൊരാൾ നിങ്ങളെ നിരസിച്ചു എന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹത്തിനും സമയത്തിനും അർഹതയില്ലാത്തവർക്ക് അത് വെറുതെ നൽകരുത്. ആദ്യം നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കൂ. വ്യക്തിത്വ വികസനം. നിങ്ങളിൽ നിന്നാണ് മാറ്റം എപ്പോഴും തുടങ്ങേണ്ടത്. മികച്ച വസ്ത്രധാരണം, വൃത്തി, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, സാമ്പത്തിക അച്ചടക്കം എന്നിവയിലൂടെ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുക. സ്വന്തം ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ ആർക്കും അത്ര എളുപ്പം അവഗണിക്കാൻ കഴിയില്ല. വൈകാരിക ബുദ്ധി. തന്ത്രങ്ങളെക്കാൾ പ്രധാനം വൈകാരിക ബുദ്ധിയാണ്. മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുക. അവരോട് ആത്മാർത്ഥമായി സംസാരിക്കുക. നിങ്ങളുടെ ശരീരഭാഷയിൽ ആത്മവിശ്വാസവും ഒപ്പം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള സന്നദ്ധതയും പ്രകടമാകണം. ബൗണ്ടറികൾ നിർണയിക്കുക. എല്ലാവരോടും സൗഹൃദം കാണിച്ച് നിങ്ങളെ മാത്രം അവഗണിക്കുന്ന ഒരാൾക്ക് വേണ്ടി കാത്തുനിൽക്കാതിരിക്കുക. അതൊരു റെഡ് ഫ്ലാഗാണ്. ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലോ നിങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണെങ്കിലോ അത് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് മാന്യമായി പിന്മാറാനുള്ള ധൈര്യം കാണിക്കുക. നോ പറയാൻ ശീലിക്കുക. ഫ്രണ്ട് സോണിലെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. സൗഹൃദങ്ങളിൽ നിന്ന് പ്രണയത്തിലേക്കു കടക്കാൻ വേണ്ടത് സൈക്കോളജിക്കൽ തന്ത്രങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഇഷ്ടം കൃത്യമായി തുറന്നു പറയാനുള്ള ധൈര്യമാണ്. നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തീരുമാനം അംഗീകരിച്ച് മാന്യമായി പിന്മാറുക എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. സുഹൃത്തേ, മാനിപ്പുലേഷനുകളിലൂടെ നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമല്ല. അവളെ അല്ലെങ്കിൽ അവനെ ചേസ് ചെയ്യുന്നത് ഇന്ന് തന്നെ അവസാനിപ്പിക്കൂ. പകരം നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനായി മാറുന്ന ആ നിമിഷം മുതലാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ആ പുതിയ നിങ്ങളെ കണ്ടെത്താൻ സമയമായി. മുന്നോട്ടു പോകുക. ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. മനുഷ്യസഹജമായ ഏറ്റവും മനോഹരമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം. ഒരാളോട് ആകർഷണം തോന്നുക, അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക എന്നിവയെല്ലാം വളരെ സ്വാഭാവികമാണ്. എന്നാൽ പലർക്കും ഈ യാത്രയിൽ പരാജയം നേരിടേണ്ടി വരാറില്ലേ? എന്തുകൊണ്ടാണ് ചിലർക്ക് വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് മറ്റു ചിലർ എത്ര ശ്രമിച്ചിട്ടും നിരസിക്കപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്കാണ് നമ്മളിന്ന് നടന്നുകയറുന്നത്. മികച്ചൊരു പങ്കാളിയെ കണ്ടെത്താനും സന്തോഷകരമായൊരു ദാമ്പത്യം കെട്ടിപ്പടുക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളിതാ. ഒന്നാമത്തെ പടി, നിങ്ങളെ തന്നെ കണ്ടെത്തുക. സെൽഫ് മാസ്റ്ററി. മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. പുറമേ കാണുന്ന മാറ്റങ്ങളായ മികച്ച വസ്ത്രധാരണം, വ്യക്തിശുചിത്വം, നല്ലൊരു ഹെയർ സ്റ്റൈൽ എന്നിവ ശ്രദ്ധിക്കുക. വ്യായാമത്തിലൂടെയും ശരിയായ ഭക്ഷണരീതിയിലൂടെയും ശാരീരിക ആരോഗ്യം നിലനിർത്തുക. ഇതിനെല്ലാം പുറമെ ലക്ഷ്യബോധമുള്ള ജീവിതം, ആത്മവിശ്വാസം,
പണത്തോടുള്ള അച്ചടക്കം എന്നിവ നിങ്ങളെ ആരും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റും. രണ്ടാമത്തെ പടി ആശയവിനിമയത്തിന്റെ കല. സംസാര രീതികൾ മെച്ചപ്പെടുത്തുക എന്നതാണ് അടുത്ത പടി. ദയയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുക. അതിനേക്കാൾ ഉപരി പങ്കാളി പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. മൂന്നാമത്തെ പടി സ്ത്രീ മനഃശാസ്ത്രം മനസ്സിലാക്കുക. പരസ്പര ബഹുമാനവും വിശ്വാസവുമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം. വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. നിങ്ങളെ കാണുമ്പോൾ അവൾ ചിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ അതോ വെറുതെ ഒരു മര്യാദയുടെ പേരിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിന് ശാസ്ത്രം നൽകുന്ന ഉത്തരമാണ് ഡ്യൂഷെൻ സ്മൈൽ. കണ്ണുകളിലേക്ക് പടരുന്ന ആത്മാർത്ഥമായ യഥാർത്ഥ ചിരി തിരിച്ചറിയാൻ പഠിക്കുക. നാലാമത്തെ പടി പ്രണയവും ഡേറ്റിംഗും. പരസ്പരം മനസ്സിലാക്കുകയും ഒരു വൈകാരിക അടുപ്പം രൂപപ്പെടുകയും ചെയ്താൽ അടുത്ത പടി ആ ബന്ധത്തെ പ്രണയത്തിലേക്കും ഡേറ്റിംഗിലേക്കും കൊണ്ടുപോകുക എന്നതാണ്. നേരിട്ട് കാണുമ്പോഴും സമയം ചെലവഴിക്കുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഒരു ബന്ധത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. അഞ്ചാമത്തെ പടി വിജയകരമായ ദീർഘകാല ബന്ധങ്ങൾ. പ്രണയം തുടങ്ങുക എന്നത് വളരെ ആകർഷകമായ ഒരു അനുഭവമായിരിക്കാം. എന്നാൽ ആ ബന്ധം കാലങ്ങളായി മനോഹരമായി നിലനിർത്തുക എന്നതാണ് യഥാർത്ഥ വിജയം. അതിന് നിങ്ങളെ സഹായിക്കുന്നത് ചില ശീലങ്ങളാണ്. റിലേഷൻഷിപ്പ് ചെക്ക്-ഇൻ. ബന്ധങ്ങളിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒരു പരിശോധന നടത്തുക. തുറന്ന ആശയവിനിമയത്തിലൂടെ പരാതികൾ പരിഹരിക്കുക. കഷ്ടപ്പാടുകളിൽ പരസ്പര പിന്തുണ നൽകുകയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുക. എന്നാൽ സുഹൃത്തുക്കളെ, ബന്ധങ്ങളിൽ ജാഗ്രത വഹിക്കേണ്ട ചില സമയങ്ങളുമുണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് ചില ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം. അകാരണമായ രഹസ്യ സ്വഭാവം, വൈകാരിക വിമുഖത, പെട്ടെന്ന് മാറുന്ന പെരുമാറ്റങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. അവസാനമായി എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് സമാധാനത്തേക്കാൾ കൂടുതൽ ഉത്കണ്ഠയാണ് അഥവാ ആങ്സൈറ്റിയാണ് ലഭിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇടമല്ല എന്ന് തിരിച്ചറിയുക. സ്വയം മെച്ചപ്പെടുത്തുക, സമാധാനം കണ്ടെത്തുക, ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. ഓർക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നിടത്താണ് യഥാർത്ഥ പ്രണയം തുടങ്ങുന്നത്.